അപ്പോൾ ഒരു പുതിയ ട്രെൻഡ് സെറ്റർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്തൊരു എക്സാമിനേഷൻ ആണ്. അങ്ങനെ ഒരുപാട് ഒരു വലിയ മാറ്റങ്ങൾ, ഒരു വലിയ ഇന്നോവേഷൻസ് ഒന്നും എക്സാമിനേഷനിൽ ഉണ്ടായിട്ടില്ല. ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇത് നമ്മൾ റിപ്പീറ്റഡ് നാച്ചുറൽ വരുന്നൊരു ചോദ്യമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മളിവിടെ അക്കൗണ്ടൻസിയുടെ ഭാഗത്ത് കരുതണോ ബാങ്കിങ്ങിന്റെ ഭാഗത്ത് കരുതണോ, രണ്ട് ഭാഗത്തുനിന്നും ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പേയ്മെന്റ് നടത്തുന്ന ബില്ലിന് എന്ത് പറയും? ഓപ്ഷൻ എ കൈറ്റ് ബിൽ, ഓപ്ഷൻ ബി ടൈം ബിൽ, ഓപ്ഷൻ സി എസ്ക്രോ ബിൽ, ഓപ്ഷൻ ഡി ട്രേഡ് ബിൽ. ഏതിനാണ് നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ബിൽ പേയ്മെന്റ് നടത്തുന്നത് പറയാം? വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കൂടി കാത്തിരുന്ന കഴിഞ്ഞ ഒരു കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള എക്സാമിനേഷൻസ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആശങ്കകളും ഒക്കെ പങ്കുവെക്കുകയുണ്ടായി നമ്മളായിട്ട്. കുറെ പേരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ രീതിയിലേക്ക് എത്താൻ വേണ്ടി ഇതിനു മുമ്പുള്ള എക്സാമിനേഷനിലെ കുറച്ച് അങ്ങനെ സമ്മിശ്രമായ ചില അഭിപ്രായങ്ങളൊക്കെ പൊതുവെ ഒരു എക്സാമിനേഷനെ കുറിച്ചുണ്ടായിരുന്നു. എങ്കിലും ഒരുവിധം നല്ല രീതിയിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു എക്സാമിനേഷൻ ആയിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു എക്സാമിനേഷൻ. അപ്പൊ അതില് നമ്മുടെ കോർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഉള്ള കുറെ ചോദ്യങ്ങൾ, എന്നാൽ ചില സ്ഥിരം ചോദിക്കുന്ന ചില മേഖലകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പൊ ഒരു പുതിയ ട്രെൻഡ് സെറ്റർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്തൊരു എക്സാമിനേഷൻ ആണ്. അങ്ങനെ ഒരുപാട് ഒരു വലിയ മാറ്റങ്ങൾ, ഒരു വലിയ ഇന്നോവേഷൻസ് ഒന്നും എക്സാമിനേഷനിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് CSEB ജൂനിയർ ക്ലർക്ക് ഒരു ക്യാഷ് എക്സാമിനേഷൻ നടന്ന ബാങ്കിങ് എന്ന് വന്ന ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് ചാനൽ കാണുന്നതിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ബാങ്കിങ്ങിന്റെ ചോദ്യങ്ങളുടെ ഒരു നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ചോദ്യങ്ങൾ റിപ്പീറ്റേറ്റീവ് നാച്ചുറലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണുകയുണ്ടായി. അതുപോലെ തന്നെ കുറച്ച് അധികം അങ്ങനെ അല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ഒരു സെഷനിൽ നിന്ന് കാണാനുണ്ടായി. ഇപ്പോൾ സാധാരണ ഇതിൽ ചോദിച്ചു വരുന്ന ബാങ്കിങ്ങിന്റെ ട്രഡീഷണൽ ബാങ്കിങ്ങിന്റെ ഏറ്റവും ബേസിക് ലെവലിലെ ചോദ്യങ്ങൾ മുതൽ ഇന്നോവേറ്റീവ് ബാങ്കിങ്ങിന്റെ അല്ലെങ്കിൽ മോഡേൺ ബാങ്കിങ്ങിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ധാരാളം നമുക്ക് അതിൽ ആ ഒരു ചോദ്യങ്ങളുടെ ഒരു പാറ്റേണിൽ കാണാൻ വേണ്ടി സാധിച്ചു. പിന്നെ തുടർച്ചയായിട്ട് വരുന്ന ചില ഇതിൽ ഒരു ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബാങ്കിങ്ങിലെ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ റെപ്രസെന്റ് ചെയ്ത എക്സാമിനേഷൻ വന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇതിൽ എങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യണം, എങ്ങനെയാണ് ആ ചോദ്യങ്ങളുടെ ഒരു നിലവാരം അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ചോദ്യങ്ങളൊന്ന് നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സുവിധ എ ബാങ്ക് ലോൺ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ബാങ്ക്. സുവിധ എന്ന് പറഞ്ഞൊരു ബാങ്ക് ലോൺ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് താഴെ പറയുന്ന പോലെ ഏത് ബാങ്ക് ആണെന്നുള്ളതാണ് ചോദ്യം. എ നബാർഡ്, ബി SBI, സി കേരള ബാങ്ക്, ഡി കേരള ഗ്രാമീൺ ബാങ്ക്. ആരാണ് സുവിധ എന്ന പേരിലുള്ള ബാങ്ക് ലോൺ സ്കീം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളായിരുന്നു ചോദ്യം. ആരാണ് സുവിധ എന്ന് പറയുന്ന ഒരു ബാങ്ക് ലോൺ സ്കീം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ സുവിധ എന്ന് പറയുന്ന ഒരു ബാങ്ക് ലോൺ സ്കീം അത് ഇപ്പോൾ നബാർഡിന്റെ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബാങ്ക് സ്കീമുകൾ അത് സാധാരണ ഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്, പല സമയത്തും നമ്മളോട് ചോദിക്കുന്നതാണ് ഈ ബാങ്ക് ലോണിന്റെ സ്കീമുകൾ. പലതരത്തിലുള്ള ഓരോ ബാങ്കുകളും കൊടുക്കുന്ന സ്കീമുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായി പ്രതീക്ഷിക്കാൻ പറ്റും. ഒരുപാട് സ്കീമുകളെ കുറിച്ച് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇവിടെ സുവിധ എന്ന് പറയുന്ന ബാങ്ക് ലോൺ ഏതുമായി റിലേറ്റ് ചെയ്തതാണ്? തീർച്ചയായിട്ടും കേരള ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ഇത് സുവിധ എന്ന് പറയുന്ന ലോണ്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളത് ആലോചിക്കണം. കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കറിയാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പിന്നീട് ഡിസ്ട്രിക്ട് ബാങ്കുകൾ ചേർന്ന് വരുന്നതാണ്. അവിടെ സുവിധ എന്ന് പറഞ്ഞൊരു ബാങ്ക് ലോൺ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും MSMEക്ക് വേണ്ടി, നമുക്ക് മീഡിയം ആൻഡ് സ്മോൾ ലെവൽ എന്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ സ്കീമാണ് ഈ സുവിധ സ്കീം എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആര് തന്നെയാണ്? കേരള ബാങ്ക് തന്നെയാണ് അത് സുവിധ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേരള ബാങ്ക് തന്നെയാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBIയുടെ ചെയർമാനായിട്ട് ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ദിനേഷ് കുമാർ ഖര, ഓപ്ഷൻ ബി അശ്വിനി കുമാർ തിവാരി, ഓപ്ഷൻ സി സ്വാമിനാഥൻ ജെ, ഓപ്ഷൻ ഡി CA സെറ്റി. ഈ ചോദ്യത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 4 പേരും എന്താണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടവരാണ്. ഇപ്പോൾ ദിനേഷ് കുമാർ ഖരയായാലും ശരി, അശ്വിനി കുമാർ തിവാരിയും സ്വാമിനാഥൻ ജെയും CA സെറ്റി ഒക്കെ ഏതുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്? എല്ലാവരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് വിവിധ തസ്തികകളിൽ പ്രയോഗിച്ചത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേഷ് കുമാർ ഖരയാണ്. ദിനേഷ് കുമാർ ഖരയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ദിനേഷ് കുമാർ ഖരയാണ്.
ഇതിൽ അശ്വിനി കുമാർ തിവാരിയും എന്താണ് ഇതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് എന്താണ് സ്വാമിനാഥൻ ജെ എന്ന് പറഞ്ഞ ജെ സ്വാമിനാഥൻ എന്താണ് ഇവരുടെ SBIയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ പദവിയൊക്കെ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്വാമിനാഥൻ. അതുപോലെ CS സെട്ടി എന്ന് പറയുന്ന വ്യക്തിയും എന്താണ് ഈ പറയുന്ന ഡയറക്ടർ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഒരു മേൽനോട്ടൊക്കെ വഹിച്ചിരുന്ന വ്യക്തിയാണ് CS സെട്ടി. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടവരാണ്. പക്ഷെ അതിന്റെ ചെയർമാൻ ആരാണ്? ദിനേഷ് കുമാർ ഖരെയാണ്. അങ്ങനെ ഏറ്റവും പ്രസന്റിലേക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചു. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ഫസ്റ്റ് പ്രസിഡന്റ് എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അവിടെ നിന്ന് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ ചെയർമാനിലേക്കും ഇപ്പോഴത്തെ പ്രസിഡന്റിലേക്കും വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈടെയായിട്ട് ധാരാളം കാണാറുണ്ട്. സോ അത്തരം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കെയർഫുൾ ആയിട്ട് അടുത്തൊരു എക്സാമിനേഷനിൽ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണെന്ന് നമുക്ക് പറയാം. അടുത്ത ഡാഷ് ഇസ് ദ ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിംഗ് വാച്ച് ഡോഗ്. ഗ്ലോബൽ മണി ലോണ്ടറിംഗിന്റെയും ഒരു ടെററിസ്റ്റ് ഫിനാൻസിംഗും വാച്ച് ഡോഗ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ സ്വിഫ്റ്റ്, ഓപ്ഷൻ ബി IDA, ഓപ്ഷൻ സി UNO, ഓപ്ഷൻ ഡി FATF. ഇതിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ ഗ്ലോബൽ മണി ലോണ്ടറിംഗിന്റെയും ടെററിസ്റ്റ് ഫിനാൻസിംഗും വാച്ച് ഡോഗ് ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന FATF ആണ്. G7 രാജ്യങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ നോൺ ഗവൺമെന്റ് ഏജൻസിയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പറയുന്നത്. ഫ്രാൻസിലെ യൂറോപ്പ് ബേസ് ചെയ്തുകൊണ്ട് അതുപോലെ ഫ്രാൻസിലെ പാരീസ് ആണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. 1989 കാലഘട്ടം മുതൽ FATF ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നിലവിലുണ്ട്. പക്ഷെ 2001 കാലഘട്ടം മുതലാണ് ഈ പറയുന്ന ടെററിസ്റ്റ് ഫിനാൻസിങ്ങിന്റെ ഒരു എന്താ പറയുക ഒരു മോണിറ്ററിംഗ് കൂടി അവരെ ഏൽപ്പിക്കും 2001 ശേഷം. അതുവരെ സാധാരണ ഈ മണി ലോണ്ടറിംഗിന്റെ ഒരു എന്താ പറയുക അവർ ഈ പറയുന്ന ഇന്റർനാഷണൽ എന്ന് പറയുക ഒരു മണി ലോണ്ടറിംഗിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് കൃത്യമായി വീക്ഷിക്കുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ആണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പറയുന്നത്. G7 രാജ്യങ്ങൾ രൂപം കൊടുത്തിട്ടുള്ള. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ 1989 കാലഘട്ടങ്ങളിൽ രൂപീകരിക്കുന്നത് അന്ന് മുതൽ അത് ഈ മണി ലോണ്ടറിംഗിന്റെ വാച്ച് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ടെററിസ്റ്റ് ഫിനാൻസിംഗ് കൊണ്ട് വരുന്ന 2000 കാലഘട്ടങ്ങളിലാണ് അവർക്ക് ടെററിസ്റ്റ് ഫിനാൻസിംഗിന്റെ ഒരു മോണിറ്ററിംഗ് കൂടി എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും കൂടി. അപ്പം ഇവിടെ ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ഏജൻസി ആയിട്ട് വരുന്ന ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാങ്ക്സ് പ്രൊവൈഡ് ടാക്സ് കൺസൾട്ടൻസി സർവീസ് ടു ദെയർ കസ്റ്റമേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ഡാഷ് ഫംഗ്ഷൻ. ഇത് ഏറ്റവും ബാങ്കിങ്ങിന്റെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ആ ലെവലിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ പഠിക്കാൻ മാറ്റിവെക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ബേസിക് ലെവൽ. അത് കൃത്യമായി പഠിക്കണം എന്നൊരു സൂചനയാണ് ഇത്തരം ചോദ്യങ്ങൾ നൽകുന്നത്. അപ്പോൾ ഏത് സർവീസസിന്റെ ഭാഗമായിട്ടാണ് ബാങ്ക്സ് അവരുടെ കസ്റ്റമേഴ്സിന് ടാക്സ് കൺസൾട്ടൻസി സർവീസസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏജൻസി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസ്, ഓർഡിനറി സർവീസ് ആൻഡ് പ്രൈമറി ഫംഗ്ഷൻ. തീർച്ചയായിട്ടും ബാങ്ക്സ് അവരുടെ ഏജൻസി സർവീസസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ടാക്സ് കൺസൾട്ടൻസി സർവീസ് ആർക്ക് കൊടുക്കുന്നത്? അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെ. അങ്ങനെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ലെൻഡിങ്ങും ആക്സെപ്റ്റിംഗും പ്രൈമറി ഫംഗ്ഷൻ, അങ്ങനെ ജനറൽ യൂട്ടിലിറ്റി ആയിട്ടുള്ള സർവീസ്, ബിൽ പേയ്മെന്റുകളൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്. ആസ് എൻ ഏജന്റ് നിലയിൽ, ഒരു കസ്റ്റമർ ഏജന്റ് നിലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ലെവലിൽ ബാങ്കിങ്ങിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ്. സെലക്ട് എ റോങ് വൺ റിലേറ്റഡ് ടു പേയ്മെന്റ്സ് ബാങ്ക്. പേയ്മെന്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു കാര്യം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഓപ്ഷൻ എ, കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ്, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ഹൈ ക്രെഡിറ്റ് റിസ്ക്, രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇപ്പോൾ ഒരു പേയ്മെന്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പ്രധാനമായിട്ട് ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് എന്നുള്ളതാണ് അല്ലെ. കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് എന്നുള്ളതാണ് ഈ പറയുന്ന പേയ്മെന്റ്സ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഒരു റോങ് വൺ എന്ന് പറയുന്ന പേയ്മെന്റ്സ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. ഓപ്ഷൻ എ ആണ് കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ്. വെൻ വാസ് സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ്? എപ്പോഴാണ് സ്വിഫ്റ്റ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഈ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സിസ്റ്റമായിട്ടുള്ള RTGS NEFT ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം സ്വിഫ്റ്റ് IBAN എന്ന് പറയുന്ന സ്വിഫ്റ്റ് കോഡും IBAN നമ്പറൊക്കെ വേണമെന്ന് പറയാം നമുക്ക് ഇന്റർനാഷണൽ. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണെന്ന് ഓപ്ഷൻ എ ആണ്. 1973 സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസിനടുത്തുള്ള ലാ ഹെൽപ്പിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ബെൽജിയം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയിലാണ് ഈ പറയുന്ന ഒരു സ്വിഫ്റ്റ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, സ്വിഫ്റ്റ് എന്ന് പറയുന്ന സംവിധാനം. ഓപ്ഷൻ എ ആണ്. 1973 എന്ത് ചെയ്തിരിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീറ്റെയിൽ ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ്. ഇത് ഒരു റിപ്പീറ്റേറ്റീവ് നാച്ചുറൽ സാധാരണ അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
റീറ്റെയിൽ ബാങ്കിങ് എന്താണെന്ന് അറിയപ്പെടുന്നത്? റീറ്റെയിൽ ബാങ്കിങ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഇന്റർനെറ്റ് ബാങ്കിങ് എന്നാണോ, കൺസ്യൂമർ ബാങ്കിങ്, ഡെപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് മോഡേൺ ബാങ്കിങ്? റീറ്റെയിൽ ബാങ്കിങ് തീർച്ചയായിട്ടും നമുക്കറിയാം. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇനി ഒരുപക്ഷെ അതിന്റെ യഥാർത്ഥ ഉത്തരം അറിയില്ലെങ്കിൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് അതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ലേ? കാരണം റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ തിരിച്ചും അത് എന്തിനു ബേസ്ഡ് കൊണ്ടാണ്? കൺസ്യൂമർ ബാങ്കിങ് ആണ് അല്ലേ? കൺസ്യൂമർ ബേസ്ഡ് ബാങ്കിങ് സിസ്റ്റം ആയിരിക്കും ഈ പറയുന്ന റീറ്റെയിൽ ബാങ്കിങ് നമ്മൾ ഉദ്ദേശിക്കാം. തീർച്ചയായിട്ടും എന്താണ്? ഓപ്ഷൻ ബി തന്നെ കറക്റ്റ് ആൻസർ. കൺസ്യൂമർ ബാങ്കിങ്. റീറ്റെയിൽ ബാങ്കിങ്ങിന് മറ്റൊരു പേര് എന്താണ്? കൺസ്യൂമർ ബാങ്കിങ് എന്നുള്ളതാണെന്ന് പറയാം. നെക്സ്റ്റ്, ഭാരത് ഇന്റർഫേസ് ഫോർ മണി ഭീം ആപ്പ് വാസ് ഡെവലപ്ഡ് ബൈ NPCI ടു ബ്രിങ് ഇൻ. നമ്മൾ NPCIയുടെ ഏറ്റവും വലിയ പ്രധാനമായ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഒരു പേയ്മെന്റ് ആപ്പാണ് ഭീം എന്ന് പറയുന്നത്, ഭാരത് ഇന്റർഫേസ് ഫോർ മണി. അത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത് എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ്? ഓപ്ഷൻ എ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഓപ്ഷൻ ബി റെഡ്യൂസ് NPA, ഓപ്ഷൻ സി സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി ആന്റി മണി ലോണ്ടറിംഗ്. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഓപ്ഷൻ എ ആണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നൊരു ഭീം ആപ്പ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. കാരണം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സാധാരണക്കാരനായ വ്യക്തിയെ പോലും ബാങ്കിങ് സേവനങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാനാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആരംഭിക്കുന്നത്. അത് അപ്പോൾ പലപ്പോഴും എന്താണ് അവർ ഈ പറയുന്ന അവരുടെ ഈ സാധാരണക്കാരിലേക്ക് ഈ പറയുന്ന മറ്റു സംവിധാനങ്ങളുടെ ആക്സസിബിലിറ്റി കുറയുന്ന സമയത്ത് ഈ ഇന്ത്യക്കാരെ എല്ലാവരും ഈ പറയുന്ന ഒരു ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധ്യമാകുമെന്നുള്ളൊരു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റാണ് ഭീം എന്ന് പറയുന്ന സമയത്ത്. നമുക്കറിയാം നമ്മുടെ ഭരണഘടന ശില്പി അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്ന ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ ഒരു ആദര സൂചകമായിട്ടാണ് ഈ ആപ്പിന് ഭീം ആപ്പ് എന്നൊരു പേര്, ഭാരത് ഇന്റർഫേസ് ഫോർ മണി. ഇത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു ആപ്പ്. എല്ലാവരിലേക്ക് ഈ സാധാരണക്കാരെല്ലാവരും ഈ ബാങ്കിങ് സേവനങ്ങളിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് NPCIയുടെ ഒരു ഈ പറയുന്ന ഭീം ആപ്പ് കൊണ്ടുവന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഹൗ മെനി ലോക്കൽ ബോർഡ് ഡസ് RBI ഹാവ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എത്ര ലോക്കൽ ബോർഡ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 4. 4 ലോക്കൽ ബോർഡുകൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 4 ലോക്കൽ ബോർഡ്സ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അപ്പൊ നേരത്തെ അറിയാം ഭീം എന്ന് പറഞ്ഞ ആപ്പ് ചോദിച്ചത്, ഭീം എന്ന് പറയുന്ന NPCIന് പരോക്ഷമായി അവിടെ ചോദിക്കുന്നത്. കാരണം RBIയുടെ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസ് ഉണ്ട്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനും പോലുള്ള കുറെ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസിന്റെയും സബ് ഡിവിഷൻസിനെയും വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ റെഗുലർ ആയിട്ട് നമുക്ക് ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. ആ ഒരു ഡിവിഷൻസിനെയും സബ് ഡിവിഷൻസിനെ വെച്ചുകൊണ്ട് റെഗുലർ ആയിട്ട് അത്തരം ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്റ്റീവായിട്ട് അത്തരം കാര്യങ്ങൾ കൂടി, അതായത് RBIയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ടാണ്. അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസിനെ കുറിച്ച് കൂടി പഠിച്ചു വെക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം. അതൊന്നും ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എത്ര ലോക്കൽ ബോർഡ്സ് ഉണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്നാണ്. 4. ഓപ്ഷൻ ഡി 4 ലോക്കൽ ബോർഡ്സ് ആണ് ഇതിനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉള്ളതെന്ന് പറയാം. ഓക്കെ, next, ways and means advance introduced by Reserve Bank of India which comes under dash section of RBI Act. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് അഡ്വാൻസസിന്റെ വേസ് ആൻഡ് മീൻസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് പറയും. ഓപ്ഷൻ എ 21, ഓപ്ഷൻ ബി 22, ഓപ്ഷൻ സി 17.5, ഓപ്ഷൻ ഡി 18.3. പറയാം ഓപ്ഷൻ സി 17.5. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ 17.5 ഈ പറയുന്ന അഡ്വാൻസസ് ബേസ് ആൻഡ് മീൻസ്, അതായത് അവരുടെ ബിസിനസിനെ കുറിച്ച് ഏത് തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയുന്നു. അവിടെ അഡ്വാൻസിന്റെ ബേസ് ആൻഡ് മീൻസും തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു 17.5 കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇത് നമ്മൾ റിപ്പീറ്റഡ് നാച്ചുറൽ വരുന്നൊരു ചോദ്യമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മളിവിടെ അക്കൗണ്ടൻസിയുടെ ഭാഗത്ത് കരുതണോ ബാങ്കിങ്ങിന്റെ ഭാഗത്ത് കരുതണോ, രണ്ട് ഭാഗത്തുനിന്നും ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്രോയർ, നമുക്കറിയാം ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞൊരു ഓർഡർ ആണ്. അതൊരു വ്യക്തി ആർക്കാണോ പണം ലഭിക്കാനുള്ളത് ആ വ്യക്തി എഴുതി തയ്യാറാക്കി അത് ആരാണ് പണം തരാനുള്ളത് അയാളെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംവിധാനമാണ് അതൊരു ഓർഡറാണ്. തീർച്ചയായിട്ടും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയർ എന്ന് പറയുന്നത് എന്താണ്, ആർക്കാണോ പണം ലഭിക്കാനുള്ളത് ആ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ക്രെഡിറ്റർ ആണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്രോയർ ആയിട്ട് എപ്പോഴും വരിക. ഇത് റിപ്പീറ്റേറ്റീവ് നാച്ചുറൽ ചോദ്യം, ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യം ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്രോയർ ആണെന്നുള്ളത്. ക്രെഡിറ്റർ ആണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്രോയർ ആയിട്ട് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. IDBI began as a subsidy of ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതിന്റെ സബ്സിഡിയറി ആയിട്ടാണ് ആരംഭിച്ചത്? ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി ICIC, ഓപ്ഷൻ ഡി IFC. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുമ്പോൾ
ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. IDB ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്ന സമയത്ത് അത് മുഴുവനായും ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പൂർണ്ണമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ചെയ്യുന്ന ഒരു സബ്സിഡിയറി ആയിരുന്നു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBയുടെ ഒരു സബ്സിഡിയറി, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി ആയിട്ടാണ് ഇതിന്റെ തുടക്കം, IDBയുടെ ആരംഭം എന്ന് നമുക്ക് പറയാം. അതാണ് ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RB. മുഴുവനായിട്ടും RB ഓൺ ചെയ്തിരിക്കുന്ന സബ്സിഡിയറി ആയിരുന്നു ഇത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ശരിയായ. നെക്സ്റ്റ്, യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് സീൻ ഓൺ ദി ബാക്ക് ഓഫ് ദി ചെക്ക്. ഒരു ചെക്കിന്റെ ബാക്കിൽ സാധാരണഗതിയിൽ കാണപ്പെടുന്ന സിഗ്നേച്ചർ ആരുടെയാണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ പേയി, ഓപ്ഷൻ ബി ഡ്രോയർ, ഓപ്ഷൻ സി ഡ്രോയി, ഓപ്ഷൻ ഡി ബാങ്കർ. സാധാരണഗതിയിൽ ഈ പറയുന്ന ഒരു ചെക്കിന്റെ ബാക്കിൽ കാണുന്ന ഒരു സിഗ്നേച്ചർ ആരുടെയാണെന്നുള്ളതാണ് ചോദ്യം. സാധാരണ നമുക്കറിയാമോ, സാധാരണ ഡ്രോയർ അവിടെ മേക്കർ അവിടെ ചെയ്തു, അതിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ആ ഒരു പണം കൈപ്പറ്റുന്ന സമയത്താണ് ബാങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിൽ ആ ഒരു ചെക്കിന്റെ പിന്നിൽ ഒപ്പിടേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ്? ഓപ്ഷൻ എ പേയി ആണ്. പേയി ആണ് സാധാരണഗതിയിൽ ചെക്കിന്റെ ബാക്കിൽ സൈൻ ചെയ്യാറുള്ളത്. ആരാണ്? പേയിയുടെ ചെക്ക് സിഗ്നേച്ചർ ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഓക്കെ, what is the minimum and the maximum period of term deposit? അപ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, ചെക്കിനെയും ഈ പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്ന പോലെ തന്നെ ചോദ്യങ്ങൾ വരുന്ന മറ്റൊരു മേഖലയാണ് വിവിധ തരത്തിലുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. അത് കറണ്ട് ഡെപ്പോസിറ്റിനെ കുറിച്ചും സേവിങ്സ് ഡെപ്പോസിറ്റിനെ കുറിച്ചും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചൊക്കെ ഏതെങ്കിലും ഒരു ചോദ്യം എപ്പോഴും ആ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് ടേം ഡെപ്പോസിറ്റിന്റെ മിനിമം ആൻഡ് മാക്സിമം പീരീഡ് എത്രയാണ്? ഓപ്ഷൻ എ 15 days to 10 years, ഓപ്ഷൻ ബി 15 days to 5 years, ഓപ്ഷൻ സി 7 days to 10 years, ഓപ്ഷൻ ഡി 15 days to 7 years. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ഈ ഡേയ്സും ഇതിലൊക്കെ മിക്സഡ് ആക്കി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 7 days to 10 years, അതായത് മിനിമം കാലാവധി എന്ന് പറയുന്നത് 7 ദിവസവും അതുപോലെ മാക്സിമം പീരീഡ് ടേം ഡെപ്പോസിറ്റ് പറയുന്നത് 10 വർഷം. അപ്പോൾ 7 days to 10 years ആണെന്ന് ഓപ്ഷൻ സി ആണ് ടേം ഡെപ്പോസിറ്റിന്റെ മിനിമം ആൻഡ് മാക്സിമം പീരീഡ് എന്ന് പറയുന്നത്. 7 days to 10 years ആണ്. 7 ദിവസം മുതൽ 10 ദിവസം വരെയാണ് അവരുടെ ആ ഒരു കാലാവധി എന്ന് പറയും. ഓക്കെ, മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് അടങ്ങിയിട്ടുണ്ടാവും? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. മോണിറ്ററി പോളിസി കമ്മിറ്റി, നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് ചെയ്യുന്നത്. വർഷത്തിലൊരു 4 തവണയെങ്കിലും അവർ കൂടിയിരിക്കും, അതായത് ക്വാർട്ടറിൽ ഒരു തവണയെങ്കിലും അവർ എന്ത് ചെയ്തിരിക്കും, ഒരു മീറ്റിംഗ് കൂടിയിരിക്കും. ഓരോ മീറ്റിംഗിന് ശേഷം അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തന്നെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 6 മെമ്പേഴ്സ്. അതിൽ 6 മെമ്പേഴ്സ് പറയുന്നത് 3 ആള് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് ആയിരിക്കും, 3 പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും 3 പേര്. അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. 6 പേരുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 6 പേര്. അതിൽ 3 പേര് എന്തായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് ആയിരിക്കും. അതുപോലെ തന്നെ 3 പേരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും 3 പേരായിട്ട്. അങ്ങനെ 6 പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ്? ഒരു ക്രെഡിറ്റ് സ്റ്റൈൽ അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നത്? ഓപ്ഷൻ എ ഓർഡിനറി ലോൺ, ഓപ്ഷൻ ബി ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ ഡി ഡിസോണറിംഗ് ഓഫ് ബിൽസ്, ഓപ്ഷൻ ഡി FD ലോൺ. ഇതിലൊരു സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് അല്ലാത്തത് തീർച്ചയായിട്ടും നമുക്കറിയാം, എളുപ്പത്തിന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഓർഡിനറി ലോണും ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു, FD ലോൺ എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ്. ഇതിൽ ഡിസോണറിംഗ് ഓഫ് ബില്ല് ഡിസോണർ ആവുന്ന പറയുന്നത് കൃത്യമായ രീതിയിൽ പണം അടയ്ക്കാത്ത സമയത്ത് ബില്ല്, അതൊരിക്കലും എന്താണ് ഒരു ക്രെഡിറ്റിന്റെ രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ് അവിടെ ഈ പറയുന്ന നോട്ട് എ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഡിസോണറിംഗ് ഓഫ് ബിൽസിന്റെ ഒരു ഡിസോണറിംഗ് ആണ് എന്തായിട്ട് വരുന്നത്? അതിൽ ക്രെഡിറ്റിന്റെ ഒരു സ്റ്റൈൽ അല്ലായിട്ട് വരുന്നത് ഏതാണ്? ഡിസോണറിംഗ് ഓഫ് ബിൽസ് ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, the proposal of bad bank scheme was submitted by. ബാഡ് ബാങ്ക് സ്കീം എന്നൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത ആരാണ്? ഓപ്ഷൻ എ SBI, ഓപ്ഷൻ ബി നീതി ആയോഗ്, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി IBA. തീർച്ചയായിട്ടും എന്താണ് ബാഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന NPA-യും അതുപോലെ തന്നെ ബാഡ് ലോൺസും ഈ പറയുന്ന ബാഡ് ഡെബ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ അടുത്ത് നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ബാഡ് ബാങ്ക് വേണമെന്നൊരു സ്കീമാണ്. അതൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത് IB ആണ്, ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ആണ്, ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. ഈ ബാഡ് സ്കീം വേണം, ഒരു ബാഡ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺസെപ്റ്റിൽ ഉണ്ടാക്കണം എന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട്. കാരണം ഈ പറയുന്ന NPA-യുടെ കളവ് വളരെ കൂടുമ്പോൾ ഈ NPA ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ NPA അനുസരിച്ച് ബാഡ് ഡെബ്സ് ഏറ്റെടുക്കാനും ബാഡ് ലോൺസ് ഒക്കെ അവരുടെ അടുത്ത് ഏറ്റെടുക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന ബാഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എന്താണ്, അതിൻ്റെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്ന IBA തന്നെയാണ്. അതിൻ്റെ ഒരു ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ, IBA. ഓക്കെ,
നെക്സ്റ്റ്, എ ബിൽ മെയ്ഡ് പേബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പേയ്മെന്റ് നടത്തുന്ന ബില്ലിന് എന്ത് പറയും? ഓപ്ഷൻ എ കൈറ്റ് ബിൽ, ഓപ്ഷൻ ബി ടൈം ബിൽ, ഓപ്ഷൻ സി എസ്ക്രോ ബിൽ, ഓപ്ഷൻ ഡി ട്രേഡ് ബിൽ. ഏതിനാണ് നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ബിൽ പേയ്മെന്റ് നടത്തുന്നത് പറയാം? തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ടൈം ബില്ലാണ് അല്ലേ. ടൈം ബില്ലിനാണ് നമ്മൾ എന്ത് പറയും? ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു ഫിക്സഡ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്ബിൾ നടത്തുന്ന ബില്ലിനെ നമ്മൾ എന്ത് പറയുക? ടൈം ബിൽ എന്നാണ് പറയുക. ടൈം ബിൽ എന്നാണ് ആ ഒരു ബില്ലിന് സാധാരണഗതിയിൽ പറയുക. ഓക്കെ, അപ്പോൾ അത്തരം കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. ബാങ്കിങ് മേഖലയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരേ പാറ്റേണിൽ വരുന്ന മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞൊരു എക്സാമിനേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എന്താണ് ബേസിക് പാറ്റേൺസിലേക്ക് പോകുന്നത്. എന്നാൽ ബാങ്കിങ്ങിൽ തീരെ തൊട്ട് പോകാത്ത കുറച്ച് മേഖലകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് മിസ് ചെയ്യും. എങ്കിൽ പോലും ഒരു വിധത്തിൽ നമുക്ക് എന്താ പറയുക, ബാങ്കിങ് മേഖലകളിൽ ഒരു പൂർണ്ണമായും മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 95% ബാങ്കിങ് ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും അതിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്തൊരു ഈ ഒരു എക്സാമിനേഷന് ഇപ്പോൾ ചിലപ്പോൾ എന്താണ് പലതരത്തിലൊരു റെസ്പോൺസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ അത് ഒക്കെ നമുക്ക് എന്താണ് അടുത്ത ഒരു എക്സാമിനേഷനിലുള്ള ഒരു ചൂണ്ടുപലകയാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഊർജ്ജമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടിയ ഒരു അടുത്ത് കൂടുതൽ മാർക്കിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കിട്ടാത്തവർ അതിനെക്കുറിച്ച് ഒരിക്കലും സങ്കടപ്പെടേണ്ട. കൂടുതൽ മാർക്കുകൾക്ക് വേണ്ടി ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവേ നമ്മൾ കഴിഞ്ഞ CSEB എക്സാമിനേഷൻ്റെ ഒരു ബാങ്കിങ് ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുഴയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുവിധം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ വന്നിരിക്കുന്നു. പിന്നെ കുറച്ചുകൂടി ചില ഭാഗങ്ങൾ വരാത്തിരിക്കും, കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് വന്നില്ല എന്ന് മാത്രം. പക്ഷേ അത്തരം എക്സാം അവസാനിക്കുന്നില്ല, ഇനിയും തുറന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സാമുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങളുടെ ഊർജ്ജം കൂടുതൽ കിട്ടിയോണ്ടോ കുറവ് കിട്ടിയോണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശ്രമങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും നിങ്ങളൊപ്പം ആരുണ്ടായിരിക്കും? എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ CSEBയുടെ പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചുകൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ CSEBനെ കുറിച്ച് ഇപ്പോൾ പുതിയ എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറായിട്ട് ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ, എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ CSEB എക്സാമിനേഷൻ്റെ മറ്റൊരു സബ്ജക്റ്റ് അനാലിസിസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.